ഈ കാണുന്ന ടി വി ഡെഡ് കണ്ടീഷനാണ്. എന്താണ് ഇതിൻ്റെ പ്രോബ്ലം എന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ടി വിയിൽ നിന്ന് ബോർഡ് വെളിയിലേക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ യൂണിവേഴ്സൽ കിറ്റാണ് ആ ടി വിയിലുണ്ടായിരുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രോബ്ലം എന്ന് പറയുന്നത് നമ്മുടെ ഈ പവർ സപ്ലൈയിലൊരു ഫ്യൂസ് ബ്രേക്കായിട്ട് കാണാൻ സാധിക്കും. ഇങ്ങനെ ഫ്യൂസ് പൊട്ടിപ്പോകണമെങ്കിൽ നല്ല ഷോർട്ട് പവർ സപ്ലൈയിൽ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ ഷോർട്ട് പെട്ടെന്ന് കണ്ടുപിടിക്കാനായിട്ട് 2 പാർട്ടായിട്ട് വേണം നമുക്കിത് നോക്കാൻ. പവർ സപ്ലൈയുടെ ഒന്ന് ഫ്യൂസ് ഇരിക്കുന്ന ഭാഗവും ഒന്ന് കപ്പാസിറ്റർ, ആ ഒരു വെള്ള ബോർഡറായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും പവർ സപ്ലൈ. ഈ വെള്ള ബോർഡറിനുള്ളിൽ ആദ്യം നമുക്കൊന്ന് ചെക്ക് ചെയ്യണം. പിന്നീട് ഈ കാണുന്ന ട്രാൻസിസ്റ്റർ ഇരിക്കുന്ന ഭാഗം, അവിടെയൊക്കെ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം എന്താണ് പ്രോബ്ലം എന്നുള്ളത്. അപ്പോൾ നമുക്കിനി ആദ്യം ഇതിൽ ചെയ്യാനുള്ളത് ഇതിൽ പോയ ഫ്യൂസ് മാറ്റിയിടുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് പുതിയ ഫ്യൂസ് നമുക്കിതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിൻ്റെ ബോർഡിലുള്ള കംപ്ലൈൻറ്റുകളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിതിൻ്റെ ഫ്യൂസൊക്കെ മാറി. ഇനി നമുക്കിനി ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. അതിനായിട്ട് ഞാൻ AC കോഡ് ഇവിടെ ഫേസ് ന്യൂട്രലിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ടി വിയുടെ ലൈൻ ഇൻപുട്ട് കൊടുത്തു. ഇനി നമുക്ക് ഒന്ന് സീരിയലിലാണ് ആദ്യം ഒന്ന് ചെക്ക് ചെയ്യേണ്ടത്. നമ്മൾ ഷോർട്ട് ഉള്ള ബോർഡ് എപ്പോഴും ഫ്യൂസ് പോയിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ നമ്മൾ പവർ സപ്ലൈ ഫ്യൂസ് ഇട്ടതിന് ശേഷം സീരിയൽ കണക്ട് ചെയ്യുക. ഇനി ഒന്ന് ഓൺ ചെയ്ത് നോക്കുക. ഇപ്പോൾ നല്ല ഷോർട്ടുണ്ട്, അതാണ് ബൾബ് ഹൈ ബ്രൈറ്റിലാണ് കത്തി നിൽക്കുന്നത്. പന്തം കത്തുന്ന പോലെയാണ് ബൾബ് ഇപ്പോൾ കത്തുന്നത്. ഇപ്പോൾ നല്ല ഷോർട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഷോർട്ട് എവിടെയാണെന്ന് നമുക്ക് നോക്കാം. ഇത് നിങ്ങൾ സീരിയൽ ബോർഡ് ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ഫ്യൂസ് ഊരി മാറ്റിയതിന് ശേഷം ബൾബിൻ്റെ 2 വയർ കൂടെ കണക്ട് ചെയ്യുക. എന്നിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബൾബ് നല്ലപോലെ പ്രകാശിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ പവർ സപ്ലൈ നല്ല ഷോർട്ടുണ്ട്. ഫ്യൂസ് ഊരിയതിന് ശേഷം ബൾബ് ഇടുക. ഇപ്പോൾ സീരിയലാവുന്നതാണ്. സീരിയൽ ബോർഡുള്ളവർക്ക് അങ്ങനെ കൊടുക്കാം. അപ്പോൾ ബോർഡിൽ നല്ല ഷോർട്ട് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞു. അപ്പോൾ അതിനായിട്ട് ആദ്യം നമുക്കിത് 2 പാർട്ടായിട്ടാണ് ചെക്ക് ചെയ്യേണ്ടതെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അതിന് നമുക്കിത് ഇവിടെ ഒരു ജമ്പർ കാണാൻ സാധിക്കും. കപ്പാസിറ്ററിൻ്റെ തൊട്ട് ഫ്രണ്ടിലായിട്ട് ഈ ഒരു ജമ്പറുണ്ട്. ആ ജമ്പർ നമ്മൾ പയ്യൊന്ന് റിമൂവ് ചെയ്ത് മാറ്റുക. ഇത് റിമൂവ് ചെയ്ത് മാറ്റിയതിന് ശേഷം മാത്രമേ നമുക്ക് പെട്ടെന്ന് ഒരു ഷോർട്ട് എവിടെ ഏത് ഭാഗത്താണ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ഡയോഡ് ഷോർട്ടാവാം, അതുപോലെ തന്നെ ഇതിൻ്റെ കപ്പാസിറ്ററോ ട്രാൻസിസ്റ്ററോ ഒക്കെ ഷോർട്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഈ ജമ്പർ നമുക്കൊന്ന് പയ്യെ റിമൂവ് ചെയ്ത് മാറ്റാവുന്നതാണ്. അവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും. അവിടെ ഇനി നമുക്കിനി ഇതിൻ്റെ ഡയോഡുകളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അത് റിമൂവ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഡയോഡുകളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഈ ഡയോഡ് ഷോർട്ട് കാണിക്കുന്നുണ്ട്. ഏറ്റവും അറ്റത്തുള്ള ഡയോഡാണ്. അതുപോലെ തൊട്ട് ഇപ്പുറത്തുള്ള ഡയോഡും ഷോർട്ട് കാണിക്കുന്നുണ്ട്. 2 അറ്റത്തുള്ള ഡയോഡുകൾ ഷോർട്ട് കാണിക്കുന്നുണ്ട്. നടുക്കുള്ള 2 ഡയോഡ് ഷോർട്ട് കാണിക്കുന്നില്ല. അപ്പോൾ ഈ ഡയോഡും അതുപോലെ തന്നെ ഈ കാണുന്ന ഡയോഡും ഷോർട്ടാണ്. അപ്പോൾ നമുക്കിതൊന്ന് മാറ്റി നോക്കാം. ഇപ്പോൾ 0 ആണ് ഇവിടെ മീറ്ററിൽ കാണിക്കുന്നത്. അപ്പോൾ ഈ കാണുന്ന 2 ഡയോഡായിരുന്നു ഷോർട്ട്. അപ്പോൾ ഈ 2 ഡയോഡുകൾ നമ്മൾ മാറ്റാൻ പോവാണ്. സത്യത്തിൽ ഈ 2 ഡയോഡാണ് ഷോർട്ടെങ്കിലും 4 എണ്ണമായി മാറുന്നതാണ് കൂടുതൽ നല്ലത്. ഇപ്പോൾ ഈ 2 സൈഡിലെ ഡയോഡായിരുന്നു ഷോർട്ട്. നടുക്കുള്ള 2 ഡയോഡ് കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് 4 എണ്ണമായിട്ട് മാറുന്നത് കുറച്ചുകൂടി നല്ലതാണ്. പിന്നീട് ഒരു ഷോർട്ടിന് സാധ്യത ഉണ്ടാവില്ല. അപ്പോൾ ഇതിൻ്റെ നമ്പർ എന്ന് പറയുന്നത് RL207 എന്ന് പറയുന്ന നമ്പറുള്ള ഒരു ഡയോഡാണ്. അപ്പോൾ ഈ ഡയോഡ് നമുക്ക് ചേഞ്ച് ചെയ്തിട്ട് നമുക്കൊന്ന് TV ഓൺ ചെയ്ത് നോക്കാം. അപ്പോൾ അതോടുകൂടി ഷോർട്ട് മാറുന്നതായിരിക്കും. അപ്പം പെയറായിട്ട് മാറുന്നതായിരിക്കും നല്ലത്. 2 എണ്ണം ഷോർട്ട് ഇല്ലെങ്കിൽ കൂടി 4 ഡയോഡും കൂടി മാറുക. അപ്പോൾ നമ്മളിവിടെ 4 ഡയോഡ് റീപ്ലേസ് ചെയ്ത്. അപ്പോൾ ഇനി നമുക്കിനി ഇതൊന്ന് ഓൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഒരു ഇൻപുട്ട് സെക്ഷനിലെ ഈ ഒരു ഭാഗത്തുള്ള ഷോർട്ട് നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ജമ്പർ കണക്ട് ചെയ്ത് ഓൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഈ ബ്ലാക്ക് ബോർഡർ വരുന്ന ഭാഗത്തുള്ള ഷോർട്ടാണ് നമ്മളിപ്പോൾ ക്ലിയർ ചെയ്തത്. ഇനി നമുക്ക് TV ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇവിടെ ഉള്ള ജമ്പർ ഒന്ന് കണക്ട് ചെയ്ത് നമുക്കിനി TV ഒന്ന് ഓൺ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഷോർട്ട് റിമൂവ് ചെയ്തെങ്കിലും ആദ്യം നമ്മൾ സീരിയലിലാണ് ഒന്ന് കണക്ട് ചെയ്ത് കുത്തി നോക്കേണ്ടത്. അപ്പോൾ നമ്മളിപ്പോൾ സീരിയലിലാണ് ഇപ്പോൾ ഓൺ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ബൾബ് കത്തുന്നില്ല. അപ്പോൾ ഇവിടെ ഷോർട്ടൊന്നും ഇല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി നമുക്കിനി ഒന്ന് പാരലൊന്നുകൂടി ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. ഷോർട്ട് ഉണ്ടെങ്കിൽ ആ ബൾബ് കത്തും. ബൾബ് കത്തുന്നുണ്ടെങ്കിൽ പിന്നീട് പാരലിൽ നിങ്ങൾ കണക്ട് ചെയ്യാൻ നിൽക്കരുത്, ഫ്യൂസ് പോകുന്നതാണ്. ഇപ്പോൾ ഓക്കെ, ഞാനിപ്പോൾ പാരലാക്കിയിട്ടുണ്ട്. ഇനി പാരൽ നമുക്കൊന്ന് കണക്ട് ചെയ്ത് നോക്കാം.
കുഴപ്പമില്ല, ഷോട്ടും കാര്യങ്ങളൊന്നുമില്ല, ബോർഡ് ഓൺ ആയിട്ടുണ്ട്. നമുക്കിനി പിക്ചർ ട്യൂബിലേക്ക് കണക്ട് ചെയ്തിട്ട് നോക്കാം. അപ്പോൾ ഓക്കെ, ടി വി റെഡി ആയിട്ടുണ്ട്. കംപ്ലൈൻറ്റുകളെല്ലാം മാറി, ഷോട്ടെല്ലാം റിമൂവായി, ഇപ്പോൾ പക്കായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.